അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. എന്താ പറയുന്നത്? അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സലാസത്തു നഫരിൻ ഫീ ളില്ലി അർശിർ റഹ്മാൻ, 3 കൂട്ടർക്ക് നാളെ അർശിന്റെ തണലുണ്ട് മഹ്ശറയിൽ യൗമൽ ഖിയാമ. ഒന്ന് ആരാണ്? സുബ്ഹാനല്ലാഹ്, അതിൽപ്പെട്ട ഒരാളാരാണെന്നറിയുമോ? വാസിലുർ റഹ്മാൻ, കുടുംബബന്ധം ചേർക്കുന്നവനാണ്, കുടുംബത്തോട് നന്നായി നിൽക്കുന്നവനാണ്, കുടുംബത്തോട് ഓരം ചെന്ന് നിൽക്കുന്നവനാണ്, കുടുംബത്തോട് അതാ ചേർന്ന് നിൽക്കുന്നവനാണ്. ആ വിഭാഗത്തിന് എന്തെല്ലാമാണ്? യമുത്തുലഹു ഫീ ഉംരിഹി, അവന്റെ വയസ്സ് അല്ലാഹു തആല നീട്ടിക്കൊടുക്കും. നോക്ക്, പണ്ടുള്ള ആളുകളൊക്കെ 80, 85, 75 വയസ്സ് വരെ ജീവിച്ചു. എന്താ കാരണം? അവര് പേരക്കുട്ടികളും മക്കളും മക്കളും ഒക്കെ ആയിട്ട് ഒരു വീട്ടിൽ തന്നെ കുറെ കാലം ജീവിച്ചു. ഒരു ആരോഗ്യമില്ല. പെങ്ങന്മാർ, ആ സ്നേഹമല്ലേ ഇന്നും നമ്മുടെ അമ്മായിമാരും ഇളയമ്മമാരും മൂത്തമ്മമാരും ആ സ്നേഹം ഇപ്പോഴും പ്രകടിപ്പിക്കുന്നു. എന്തുകൊണ്ട്? നമ്മളുടെ പരമ്പരയ്ക്ക് ഇത് കിട്ടുന്നില്ല. അവർക്ക് ആയുസ്സുണ്ട് അല്ലേ? അവരിപ്പോഴും ജീവിക്കുന്നു, അവരിപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്നു. നമ്മളെ ഇളയമ്മ, നമ്മളെ മൂത്തമ്മ, നമ്മളെ അമ്മായിമാർ അവരൊക്കെ മരിച്ചത് എത്ര വയസ്സിലാണ്? അതേ സമയത്ത് നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതായിട്ട് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വയുവസ്സിഉ ലഹു ഫീ ഖബരിഹി, ഖബറിൽ വിശാലതയുണ്ട്. ആർക്ക്? കുടുംബബന്ധം ചേർക്കുന്നവനിക്ക് ഖബറിൽ വിശാലതയുണ്ട്. പോരാ, അവിടെന്ന് പറയുന്ന ഭക്ഷണത്തിൽ വിശാലതയുണ്ട്. ഭക്ഷണത്തിൽ വിശാലത എന്ന് പറഞ്ഞാൽ അവന്റെ മഈശത്തിൽ വിശാലതയുണ്ട്. അവരുടെ ജോലിയിൽ ബർക്കത്തുണ്ട്, അവന്റെ ജോബിൽ ബർക്കത്തുണ്ട്, അവന്റെ വീട്ടിൽ ബർക്കത്തുണ്ട്, അവന്റെ വീട്ടിൽ സന്തോഷമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് അനസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, ഒരു ദിവസമുണ്ടല്ലോ ഖുർആനിൽ അല്ലാഹ് പറയുന്നു, ആ ദിവസം സമ്പത്ത് ഉപകരിക്കൂല, മക്കൾ ഉപകരിക്കൂല, ഇല്ലാ മൻ അത്തല്ലാഹു ബിഖൽബിൻ സലീം. സുബ്ഹാനല്ലാഹ്, മാലിന്യങ്ങളിൽ നിന്ന് മുക്തമായ നല്ല മനസ്സുമായി റബ്ബിന്റെ അരികത്തേക്ക് വരുന്നവരാരുണ്ടോ അവർക്ക് രക്ഷയുണ്ട്. ഇല്ലാ മൻ അത്തല്ലാഹു ബിഖൽബിൻ സലീം, നല്ല മനസ്സുമായി ജീവിച്ച്, നല്ല മനസ്സുമായി ചിന്തിച്ച്, നല്ലവരോടുകൂടെ സഹവസിച്ച്, നല്ലതിന് മാത്രം സപ്പോർട്ട് ചെയ്ത്, നല്ലതിന് മാത്രം നാവ് അനക്കി, നല്ലത് മാത്രം കേട്ട്, ഒരാളോടും വെറുപ്പില്ലാത്ത, ഒരാളോടും വ്യത്യാസമില്ലാതെ ജീവിച്ചവരാരുണ്ടോ അവർക്ക് നാളെ രക്ഷയുണ്ടല്ലോ. സമ്പത്ത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല, മുതൽ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല, ഒന്നുകൊണ്ടും രക്ഷപ്പെടാൻ കഴിയില്ല. അതല്ലേ മഹാന്മാരെ പഠിപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനിത് പറയുന്നത് എന്തിനാണെന്നോ, മലക്കുകളെ പറയും, സുബ്ഹാനല്ലാഹ്, തെറ്റി നിൽക്കുന്നവനെ മലക്ക് പോലും അതാ അനുഗമിക്കൂല. ഇവന്റെ മലക്കുകൾ, ഇവന്റെ ഖബർ മലക്കുകൾ വെറുക്കും. കുടുംബബന്ധം മുറിച്ചത് കൊണ്ട് മലക്കുകൾ അമല് കൊണ്ടുപോകുന്നു. ആകാശത്തിന്റെ 1-ാമത്തെ വാതിൽക്കൽ അതാ ഇറക്കുന്നില്ല. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, സകാത്തുണ്ട്, ഉംറയുണ്ട്, എല്ലാം റെഡിയാണ്, എല്ലാം റെഡിയാണ്. കൊല്ലത്തിൽ ഉംറയ്ക്ക് പോകുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, പള്ളിക്കും മദ്രസക്കും വാരിക്കോരി കൊടുക്കുന്നുണ്ട്. പക്ഷേ
അതേ സ്വന്തം പെങ്ങളുമായി തെറ്റിലാണ്, ആങ്ങളയുമായി തെറ്റിലാണ്, ചേട്ടനുമായി തെറ്റിലാണ്, അനുജനുമായി തെറ്റിലാണ്. അതേ അള്ളാന്റെ മറുപടി മലക്കുകൾ ചോദിക്കുന്നു, എന്തേ റബ്ബേ ഞങ്ങൾ ഈ മനുഷ്യന്റെ അമലുമായിട്ട് വന്നപ്പോ നീ വാതിലടച്ചത് എന്തിനാ? ഒന്നാം ആകാശത്തിന്റെ ഗേറ്റങ്ങ് പൂട്ടിയത് എന്തിനാ? അപ്പോഴാ പറയുന്നത് റബ്ബിന്റെ ഓർഡർ, അവൻ കള്ളനാണ്. എന്താണ് പ്രശ്നം? പിണങ്ങി ജീവിച്ചവനാണ് അവൻ പിണങ്ങി ജീവിച്ചവനാണ് അവൻ. നിസ്കാരവും ഇബാദത്തൊക്കെ ക്ലിയറാണ്, എല്ലാം ക്ലിയറാ, അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ കുടുംബ ബന്ധമില്ല. മുഅ്മിനെ ന്യായവും സത്യവും എന്റെ പക്ഷത്താണെങ്കിലും അനീതി കാണിച്ചത് അതേ അനീതി കാണിച്ചത് നമ്മോട് തെറ്റി നിൽക്കുന്നവനാണെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുക്കും. ഞാൻ അങ്ങോട്ട് പോയിട്ട് സലാം പറയട്ടെ, എല്ലാം അല്ലാഹുവിനെ വിടട്ടെ. ഞാനൊന്നും കൊടുക്കുന്നില്ല, ഞാൻ ഒരു തീരുമാനവും എടുക്കുന്നില്ല. ഞാനൊന്ന് നന്നാകട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഇസ്സത്തോടെ ഹിമ്മത്തോടെ തഖ്വയോടെ എല്ലാ ബന്ധങ്ങളും നന്നാക്കാൻ ശ്രമിക്കണം. കൂടുമ്പോൾ ഇമ്പം വേണമെങ്കിൽ അതല്ലേ കുടുംബമെന്ന് പറയുന്നത്. ആ കൂടുമ്പോൾ ഇമ്പമില്ലെങ്കിൽ എന്ത് സന്തോഷമാ. ചേട്ടന്റെയും അനുജന്റെയും വീട് ഒരു സ്ഥലത്ത്, ചേട്ടന്റെ മക്കൾ അപ്പുറത്തുനിന്ന് കളിക്കുന്നു, അനുജന്റെ മക്കൾ ഇപ്പുറത്തുനിന്ന് കളിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ല. സുബ്ഹാനല്ലാഹ്. മദ്രസയിൽ ഒരു ക്ലാസ്സിലാണ്, സ്കൂളിൽ ഒരു ക്ലാസ്സിലാണ്, ഒരു ബസ്സിലാണ് യാത്ര. മിണ്ടാട്ടമില്ല. മക്കളോടും പറയുന്നു, ഉമ്മ വാപ്പ പറഞ്ഞു കൊടുക്കുന്നു, അവരുമായിട്ടൊരു ലോക്യവും വേണ്ട മോനെ, അവരോടൊന്നും വാങ്ങണ്ട മോനെ, അവന്റെ കൂടെ നടക്കണ്ട മോനെ. ആരാ പറയുന്നത്? ഒരു സ്വന്തം ഉമ്മ പെറ്റ ഒരു ചോരയാണ് പറയുന്നത്. ഈ മക്കളും വൈരാഗ്യത്തിന്റെ, വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ കണികകൾ ആ കുരുന്ന് മനസ്സിലേക്ക് കുത്തിവെച്ചിട്ട് നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ, നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതാരാ? ഇവനല്ലയോ? ഈ മക്കളെന്ത് തെറ്റ് ചെയ്തു? കല്യാണം വിളിക്കാത്തതിന്റെ പേരില്, നിശ്ചയം പറയാത്തതിന്റെ പേരില്, പെണ്ണ് കാണാൻ വരുന്നത് പറയാത്തതിന്റെ പേരില് അങ്ങനെ തുടങ്ങിയിട്ട് പള്ളിയിൽ ഉസ്താദിനെ നിയമിക്കുന്നത് പറയാത്തതിന്റെ പേരില്, ശമ്പളം കൊട്ടുന്നത് അന്വേഷിക്കാത്തതിന്റെ പേരില്, യോഗം വിളിക്കുന്ന ഡേറ്റ് അതാ മുൻകൂട്ടി ചർച്ച ചെയ്യാത്തതിന്റെ പേരില് തെറ്റില, പിണക്കത്തില. ഓ മോനെ, മോമിനെ, ഒന്ന് നന്നായി കൂടെ, ഒന്ന് സാന്ത്വന തീരത്തേക്ക്, ഒന്ന് ശാദ്വല തീരത്തേക്ക്, ഒന്ന് നല്ല മനസ്സിലേക്ക് വന്നുകൂടെ. എന്തിന് തെറ്റി നിൽക്കണം? മുത്തുനബി പഠിപ്പിച്ചില്ലേ, 3 ദിവസത്തിൽ കൂടുതൽ ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരു മുഅ്മിനായ മനുഷ്യനോട് തെറ്റി നിന്നാൽ അവന്റെ അമലുകൾ സ്വീകരിക്കൂല. ഇത് സമസ്ത പറഞ്ഞതല്ല, ഒരു ആലിമും പറഞ്ഞതല്ല, ഒരു തങ്ങളും പറഞ്ഞതല്ല. എല്ലാ തങ്ങളുടെയും നേതാവ്, എല്ലാ ആലിമിന്റെയും നേതാവ്, എല്ലാ കുത്തുബീങ്ങളുടെയും ഔസിങ്ങളുടെയും മൗലിയാക്കളുടെയും നേതാവ്, ലോകത്തിന്റെ നേതാവ്, അധികം മനോഹര നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സല്ലല്ലാഹു അഗദി ദയാലു ഹബീബുല്ലാഹ് അവൻ നബി റസൂലില്ലാഹ്. ആ മുത്തുനബി
മുത്തുനബി പറഞ്ഞതല്ലേ, നമുക്കൊന്ന് കേട്ടുകൂടെ? മുത്തുനബി പറഞ്ഞാൽ എന്തിനനുസരിക്കാതിരിക്കണം? ഒരു പള്ളി കമ്മിറ്റിയും പറഞ്ഞതല്ല, ഒരു നേതാവും പറഞ്ഞതല്ലല്ലോ. അല്ലാ മുത്തുനബി പഠിപ്പിച്ചില്ലേ? കുടുംബബന്ധം മുറിച്ചവനിക്ക് ദുനിയാവിലും രക്ഷയില്ല, ആഖിറത്തിലും രക്ഷയില്ല. അതുകൊണ്ട് ഉമ്മമാര്, അതുകൊണ്ട് പെങ്ങന്മാര്, അതുകൊണ്ട് ചെറുപ്പക്കാര്, മുത്ത് മുഅ്മിനീങ്ങള്, ഞാനും നിങ്ങളുമൊക്കെ നന്നാകാൻ തീരുമാനിക്കണം. ആരോടും വെറുപ്പ് വെക്കണ്ട, ആരോടും വൈരാഗ്യം വെക്കണ്ട, ആരോടും വിദ്വേഷം വെക്കണ്ട. എല്ലാവരോടും നല്ല ചിന്തയിൽ, നല്ല മനസ്സില്. നിങ്ങൾ കണ്ടില്ലേ വയനാട്ടില് ഒരു സെക്കൻഡ് കൊണ്ട് വിദ്വേഷമില്ല, വെറുപ്പില്ല, വൈരാഗ്യമില്ലല്ലോ. അല്ലാ ശവപ്പറമ്പാക്കി മാറ്റിയില്ലേ? ഒരു സെക്കൻഡ് കൊണ്ട് അള്ളയൊന്ന് പിടിച്ച് കുലുക്കിയപ്പോ മരണപ്പെട്ടത് എത്രയാ? ഇന്നും എത്രയാളുകളാ മണ്ണിന്റെ അടിയില്? കൈ കെട്ടിയതില്ലേ, കാല് കെട്ടിയതില്ലേ, അവയവങ്ങൾ കെട്ടിയിട്ട് മറവ് ചെയ്തില്ലേ? ഭാര്യയും ഭർത്താവും മരിച്ചവർ, ഭാര്യക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടവർ, ഭർത്താവിന് ഭാര്യയെ നഷ്ടപ്പെട്ടവർ, ചേട്ടനെ അനുജനെ നഷ്ടപ്പെട്ടവർ, അനുജനെ ചേട്ടനെ നഷ്ടപ്പെട്ടവർ. എല്ലാം നഷ്ടപ്പെട്ടവർ, വീട് നഷ്ടപ്പെട്ടവർ, പണം പോയവർ, സ്വർണം പോയവർ, മണവാട്ടി കല്യാണം കഴിഞ്ഞ് വീട് കൂടിയിട്ട് വീടോട് കൂടി ഒലിച്ചു പോയവർ. പതറാത്ത മനസ്സുകളില്ല, തേങ്ങാത്ത കണ്ണുകളില്ല, ഒലിക്കാത്ത കണ്ണുകളില്ല, കരയാത്ത മനസ്സുകളില്ല. ചെറിയ മക്കളെ വരെ പിടികൂടിയില്ലേ? ഓ ഉമ്മ, ഓ ഉപ്പ, ഓ ചെറുപ്പക്കാരാ, ഓ രക്ഷിതാക്കളെ, ഓ മുഅ്മിനീങ്ങളെ, നമുക്കൊന്ന് നന്നാകണ്ടേ? നമുക്കൊന്ന് ഓരം ചേർന്ന് നിൽക്കണ്ടേ? പെങ്ങളോട് നന്നാവണ്ടേ, അനുജനോട് നന്നാവണ്ടേ, ചേട്ടനോട് നന്നാവണ്ടേ, അനുജത്തിയോട് നന്നാകണ്ടേ? അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. ഇളയമയോട്, മൂത്താമ്മയോട്, മൂത്താപ്പയോട്, അളാപ്പയോട്, എല്ലാവരോടും നന്നായി നല്ലവരായി ജീവിക്കണം. അതല്ലേ നമ്മുടെ മാർഗം, അതല്ലേ മുത്തുനബി പഠിപ്പിച്ചത്, അതല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്. നമ്മുടെ ലക്ഷ്യം അതല്ലേ? ചുരുങ്ങിയ കാലം ഇവിടെ ജീവിക്കുന്നു, എപ്പോൾ മരിക്കുമെന്നറിയില്ല, എപ്പോൾ മരിക്കുമെന്നറിയില്ല. ജനിച്ച ഡേറ്റ് എനിക്കോർമ്മയുണ്ട്, നിങ്ങൾക്കോർമ്മയുണ്ട്. അതേ സമയത്ത് മരിക്കുന്ന ഡേറ്റ് ഒരാൾക്കും ഓർമ്മയില്ല. മരിക്കുന്ന സമയം ഓർമ്മയില്ലാത്ത, മരിക്കുന്ന ഡേറ്റ് കുറിച്ച് വെക്കാൻ കഴിയാത്ത, അത് പുറപ്പ് പറയാൻ കഴിയാത്ത ഞാനും നിങ്ങളും എന്തിന് അഹങ്കരിക്കണം? എന്തിന് തെറ്റി നടക്കണം? എന്തിന് പിണങ്ങി നിൽക്കണം? എന്തിന് മാറി നിൽക്കണം? അല്ലാഹ് തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നല്ലതിനോട് സഹകരിക്കുക, മോശമുള്ളതിനോട് വിട്ടു നിൽക്കുക. ഇന്ന് നമ്മുടെ പരിപാടി എന്താണ്? നല്ലതിൽ നിന്ന് മാറി നിൽക്കുക, മോശമുള്ളതിനോട് സഹകരിക്കുന്നു. പാടില്ല, പാടില്ല, പാടില്ല. നല്ലതിനോട് ഓരം ചേർന്ന് നിൽക്കണം, മോശമുള്ളതിനോട് മാറി നിൽക്കണം. കള്ള് കുടിക്കരുത്, വ്യഭിചരിക്കരുത്, കഞ്ചാവ് വെക്കരുത്, ബ്രൗൺ ഷുഗർ അടിക്കരുത്. അതെ, ഒരു സാധനവും മോശമുള്ളത് തിന്നരുത്. അതേ, ഒരു മോശമുള്ള പ്രവർത്തനവും ചെയ്യരുത്. ആരെങ്കിലും അറിയാതെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നന്നാകോ, തൗബ ചെയ്തു മടങ്ങോ. അല്ലാഹ് നമ്മളെ നന്നാക്കട്ടെ, നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാഹ് സാധിപ്പിച്ചു തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.